അതായത് പലരും നാട്ടിലുള്ളവർ യു എയിലേക്ക് ജോലി തേടി വരുന്നവരും അത് യു എയിലുള്ളവരൊക്കെ പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അതായത് നമ്മൾ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൊഫാറ്റ് ടെസ്റ്റഡ് അല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടില്ലേ, നമുക്ക് വിസ അടിക്കാൻ പറ്റില്ലേ, മൊഫാറ്റ് ടെസ്റ്റഡ് അല്ലാത്ത സർട്ടിഫിക്കറ്റ് വെച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിനോ ടോക്കീസിൻ്റെ വീഡിയോ ആണ്. ഇതൊക്കെ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മൊഫ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ യു എ എംബസി അറ്റസ്റ്റേഷൻ. മൊഫ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് എന്ന് പറഞ്ഞ യു എ ഗവൺമെൻറ്റിൻ്റെ ഒരു അതോറിറ്റി വഴി നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി, അതായത് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലൊരു സ്കിൽ ലേബർ വർക്ക് ചെയ്യണമെങ്കിൽ അവർ വിസ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കും. ചുമ്മാ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ പോരാ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതായത് മൊഫ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്. അതായത് ഒരു മൊഫ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടണം. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി അറ്റസ്റ്റേഷൻ, നമ്മുടെ ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ, പിന്നെ മൊഫ അറ്റസ്റ്റേഷൻ. അങ്ങനെ 3 കാര്യങ്ങൾ മൊഫ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന് എല്ലാ കമ്പനികളും ആവശ്യപ്പെടാറുണ്ട്. സപ്പോസ് നമ്മൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷേ അന്നേരം കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ MRIs ഐഡിയിലും പാസ്പോർട്ട്, നമ്മുടെ വിസ പേജിലൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മുടെ കാറ്റഗറി ചിലപ്പോൾ നോൺ സ്കിൽഡ് ലേബേഴ്സിൻ്റെ ഡെസ്റ്റിനേഷനൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതായത് പെട്ടെന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിദ്യാഭ്യാസമുള്ളവരെ കാണുമ്പോൾ ഒരു കുറച്ചിലൊക്കെ തോന്നും. പക്ഷേ സാലറിയിലൊന്നും വലിയ ഡിഫറൻ്റ് ഒന്നും കാണുകയില്ല. സാലറിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് പറഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻ അതിൻ്റെ സാലറിയൊക്കെ ലഭിക്കും. പക്ഷേ നിങ്ങളുടെ MRIs ID മറ്റുള്ളവരെ കാണിക്കുമ്പോഴൊക്കെ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറും. അത് ഇത്ര വിദ്യാഭ്യാസമുള്ള ഇന്ന പണിയാണ് അവിടെ ചെയ്യുന്നതെന്ന് പിന്നെ നമ്മൾക്ക് അവരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമൊക്കെ വരും. അതുകൊണ്ട് അതായത് സ്കിൽ ലേബേഴ്സിന് എല്ലാവരും ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കാം. ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ വിസ പ്രോസസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ മൊഫ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. മൊഫ അറ്റസ്റ്റേഷൻ ഇങ്ങനെ സിമ്പിളായിട്ട് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് തന്നെ ചെയ്യാം എന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാം, അവൻ വാട്സാപ്പ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ അതും ഞാൻ ചെയ്തു തരാം. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരാൾ വർക്ക് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അയാൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് യോഗ്യതയുണ്ട്, പക്ഷേ മൊഫ അറ്റസ്റ്റഡ് അല്ല. അപ്പോൾ വിസ പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കമ്പനി ചിലപ്പോൾ എന്തെങ്കിലും ലേബർ സപ്ലൈ ചെയ്യുന്ന കമ്പനിയൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ലേബറിൻ്റെ വിസയായിരിക്കും നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ലേബറിൻ്റെ വിസയായിരിക്കും നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ MRIs ഐഡിയിലും ആ ലേബറിൻ്റെ ഡെസ്റ്റിനേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ MRIs ഐഡി കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തസ്തികയായിരിക്കില്ല അവിടെ കാണിക്കുന്നത്, ലേബറിൻ്റെ ആണ്. കാരണം ഒരു സ്കിൽഡ് പ്രൊഫഷണൽ വിസ അടിക്കണമെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അർജൻറ്റായിട്ട് വരുന്നത്, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം യു എയിലേക്ക് വിസിറ്റിംഗ് വിസയിലേക്ക് വരുമ്പോൾ ഭയങ്കര ചെക്കിംഗ് ഒക്കെ കർശനമായി നമുക്ക് പല ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പല ഡോക്യുമെൻറ്റൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മുടെ ജോബ് സീക്കർ വിസയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ അതായത് ഡിഗ്രി ഹോൾഡേഴ്സിന് മാത്രമേ ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് ചുരുങ്ങിയ ക്യാഷ് മുടക്ക് വരുന്നുള്ളൂ. അതിനെപ്പറ്റിയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ആ ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റായിട്ട് അവർ ചോദിക്കുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മൊഫ അറ്റസ്റ്റഡ് ആയിരിക്കും. അറ്റസ്റ്റഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ജോബ് സീക്കർ വിസ അവർ യു എ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ നിലവിൽ. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മൊഫ അറ്റസ്റ്റേഷൻ നിർബന്ധമാണ്. അപ്പോൾ ഇനി നിങ്ങൾ യു എയിലേക്ക് വരാനൊക്കെ ആഗ്രഹിച്ച് നല്ല സ്കിൽഡ് ലേബർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ യു എയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ മൊഫ അറ്റസ്റ്റേഷൻ ചെയ്യണം. കാരണം ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 12,000 രൂപ 14,000 രൂപയൊക്കെയാണ് പല ഏജൻസികളും ചോദിക്കുന്നത് കംപ്ലീറ്റ് അറ്റസ്റ്റേഷൻ. നിങ്ങൾക്ക് നാട്ടിൽ വെറും 10,000 രൂപ താഴെ നിങ്ങൾക്കത് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവരോ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടോ അവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.